ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡേറ്റ്സ് ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഷുഗർ ഒട്ടും ചേർത്തിട്ടില്ല, മുട്ട ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ് കേട്ടോ. അതുമാത്രമല്ല നല്ല സോഫ്റ്റാണ്. ദേ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബ്രൗണിയാണ്. നമുക്ക് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുണ്ടാക്കിയ ഒരു ബ്രൗണി ആയതുകൊണ്ട് നമുക്കും നന്നായിട്ട് കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 25 ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.25 കപ്പ് ചൂടുള്ള പാല്, ഇതേ പുക പോകുന്ന കണ്ടില്ലേ, ചൂടുള്ള പാല്. ഇനി ഒരു കപ്പ് ഗോതമ്പ് മാവ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് പൗഡറാണേ, അത് കൊക്കോ പൗഡർ, അതൊരു 1/4 കപ്പ് വേണം. പിന്നെ ഓയിൽ വേണം, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ആ ഡേറ്റ്സിലോട്ട് നമ്മൾ ചൂട് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ആ ഡേറ്റ്സ് നന്നായിട്ട് ആ പാലിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് കുതിരും. അത് ചൂടുള്ള പാലായിരിക്കണം കേട്ടോ, തണുത്ത പാലല്ല. എന്ന് പറഞ്ഞ് വെട്ടിത്തിളയ്ക്കുന്ന പാലുമല്ല, ഒരുവിധം നല്ല ചൂടുള്ള പാൽ. ഇനി നമുക്കത് മിക്സിയിലോട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ദേ കണ്ടില്ലേ, ഇതൊരു പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് മാവ്, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നമ്മൾ അരച്ച പേസ്റ്റ് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഈ ബാറ്റർ കണ്ടില്ലേ, നമ്മുടെ കേക്കിൻ്റെത് പോലെ, സാധാരണ കേക്കിൻ്റെ പോലെ അത്ര ഫ്ലോയി ആയിട്ടുള്ള ഒരു ബാറ്റർ അല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ്. ഇനി കേക്ക് ട്രേയിൽ എണ്ണ ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണവുമാണ്. ഇതിപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു റിങ് ഇട്ട് കൊടുത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 30-35 മിനിറ്റൊക്കെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒന്നുമില്ല, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. ഡേറ്റ്സിൻ്റെ മധുരം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ് കേട്ടോ ഇത്. പിന്നെ ബാറ്റർ ഒഴിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ പിസ്തായും നട്ട്സും ഒക്കെ ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ട് നമ്മുടെ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ.